വെൽക്കം ടു കോൺവാൾ. ഓടാ. പോയി റെൻ്റ് എടുത്തേക്കുന്ന കാർ ഒരുപാട് ദൂരെ ഒന്ന് പാർക്ക് ചെയ്തേക്കുന്നു. അത് പോയി എടുത്തിട്ടായിരുന്നു. പക്ഷെ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂടി കിട്ടിയാണ് നിൽക്കണേ. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് സാധനം നിറച്ച് വേണം നമുക്ക് പോവാൻ. ഇതേ വരുന്നത് നമ്മുടെ പാസഞ്ചർ പ്രിൻസസ് ഫോർ ദ ഡേ. ആദ്യം എങ്ങോട്ടാണ് മാപ്പ് ഇടുക? ബാത്തിലേക്കാണ്. സോ ബാത്തിലേക്ക് 4 മണിക്കൂർ. മോട്ടോർ റോഡ് വരെ എനിക്ക് എപ്പോഴും ഭയങ്കര സ്ട്രെസ്സാണ്. സിറ്റിയിൽ ഓടിക്കുമ്പോൾ സ്പീഡ് കറക്റ്റ് ആണോ, എന്താ ഓക്കെ ആണോ, 20 ആണോ 30 ആണോ എന്നൊക്കെ വെച്ചിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചായിരിക്കും. രാമു അതുപോലൊക്കെ ആണ് ഓടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നേരം 40 ഞാൻ 60 മാത്രം കിട്ടുമിക്കാറ്. ഞാൻ മോട്ടോർ റോഡ് കയറിയ സന്തോഷത്തില് 70 ആണെന്നൊക്കെ തീരുമാനിച്ചു. ഇത് ഭയങ്കര സെക്സി ആണല്ലോ. ഇങ്ങനെ റോഡ് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ മോട്ടോർ വേയിലുള്ള സർവീസസിൽ നിർത്തും. എന്തോ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഷോപ്പിംഗ് സെൻറ്റേഴ്സിലൊക്കെ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ നിന്നായിരിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക. പാട്ടൊക്കെ പാടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം. കുടിക്കാൻ എന്താ വേണ്ടേ? പിന്നെ മഴ. അയ്യോ, നമ്മുടെ ഫസ്റ്റ് മെയിൻ സ്റ്റോപ്പ് ബാത്തിൽ. ഇനി ഒരു 30 മിനിറ്റ്സ് കൂടെ കൊണ്ട് നമ്മളെത്തും. സോ വാട്ട് മേക്സ് ബാത്ത് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, 1st സെഞ്ച്വറി AD റോമൻ ഇൻവേഷന് ശേഷം അവരിവിടെ ഹോട്ട് സ്പ്രിങ്സിൻ്റെ പ്രസൻസ് കാരണം റോമൻ ബാത്തുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ റോമൻ ബാത്തിലേക്ക് വരുന്ന മെയിൻ ഹോട്ട് സ്പ്രിങ് സോഴ്സിനെ അവരവരുടെ ദൈവമായ സുലിസ് മിനേർവയ്ക്കുള്ളൊരു ടെമ്പിളാക്കി കൺസിഡർ ചെയ്തു. ഇറ്റ് ബിക്കെയിം സോ ഫേമസ് ദാറ്റ് ബ്രിട്ടനിൽ മാത്രമല്ല എൻറ്റയർ റോമൻ എംപയർ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് ഈ റോമൻ ബാത്തിലെ വെള്ളത്തിന് ഹീലിംഗ് പവേഴ്സ് ഉണ്ടെന്നായിരുന്നു. ഞാൻ എവിടെ പാർക്ക് ചെയ്യും? വന്നു, ഇവിടെ ഒന്നും കിട്ടാണ്ട് വേറൊരു പാർക്കിങ്ങിൽ പോയി, അവിടെ ഒന്നും കിട്ടാണ്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് ഒന്നും കൂടി കറങ്ങി നോക്കുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഫൈനലി ആ മറ്റേ പാർക്കിങ്ങിൽ വീണ്ടും എത്തിയപ്പോൾ ഒരു സ്പോട്ട് കിട്ടി. എത്രയും പെട്ടെന്ന് പാർക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. സോ ഫസ്റ്റ് നമ്മൾ പോൾട്ട്നി ബ്രിഡ്ജിലോട്ട് പോകുന്നു.
ഇതെന്താണ് 5 മിനിറ്റ് വെച്ച് മഴ പെയ്ത് കളിക്കുന്നു. വരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ആദ്യം ഇങ്ങനെ ബാത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കൂടുതലും ഗൂഗിൾ കാണിച്ച ഇതുപോലുള്ള ഫ്ലവർ ഷോപ്സ് ആയിരുന്നു. എൻ്റെ ഇവിടെ വന്നിട്ട് എവിടെ നോക്കിയാലും ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും നമുക്ക് സീ ഒരു ഫ്ലവർ ഷോപ്പ്. ഇന്ന് UK-യിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലുള്ള എൻറ്റയർ സിറ്റി എന്ന് പറയുന്നത് ബാത്ത് മാത്രമാണ്. ഗിൽഡ് മാർക്കറ്റ് നിൽക്കുക. ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് മൂൺ എങ്ങോട്ടാണെന്ന് അറിയണമെന്നെങ്കിലൊക്കെ ഇത് ഇവിടെ മേലെ വരച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യും. Grana Padano means cheese. Gorgonzola is also cheese. Mozzarella is also cheese. ഇതാണ് മറ്റേ അവാർഡ് വിന്നിംഗ് വുഡ് ഫയർഡ് പിസ്സ. നിനക്ക് എന്തായിട്ടാ തോന്നുന്നത്? ഹോട്ടഡ് അല്ലേ? അപ്പോൾ നമ്മുടെ ബാത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫൈനൽ സ്ട്രെച്ചാണ്. 4 hours അല്ലേ? 4 hours. എന്താണ് എത്താത്തത്? എത്ര നേരമായി? എത്തുന്നില്ല. നമ്മളിപ്പോ യോഗ മുഴുവൻ കിട്ടില്ല. കോൺവോളെത്തി പീപ്പിൾ കോൺവോളെത്തി അല്ല കോൺവോളെത്തി. നിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. നിക്കുന്ന സ്ഥലത്ത് ഏതോ ഗുദാം കാട്ടിന്റെ ഉള്ളിലാണ്. ഇത്രയും നേരം വണ്ടി ഓടിച്ചിട്ട് ഇത്രയും കിടിലം വെതർ ഇപ്പോഴാണ് കിട്ടുന്നത്. എന്താ ലൈറ്റ്. ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത് നാൻക്ലേറ്റർ എന്നൊരു കോണിഷ് വില്ലേജിലെ ഒരു കുട്ടി കോട്ടേജിലായിരുന്നു. ഇവിടെയുള്ള ഒട്ടുമിക്ക Airbnbs-ഉം അത്യാവശ്യം വളരെ സെക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഈ പരിസരത്തെ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഓണസിൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ട്. അവർ വീട്ടിലില്ല. സോ ഈ ഹോൾ ഏരിയ ഞങ്ങളുടേതുപോലെയാണ്. ഭയങ്കര ഒരു സെക്ലൂഡഡ് ഏരിയ. ഇറ്റ്സ് സോ നൈസ്. ഇങ്ങനെ 2-3 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാറാണ് പതിവ്. സോ ദാറ്റ് വി ക്യാൻ കീപ് ദി എക്സ്പെൻസസ് ലോ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അധികം നേരമൊന്നും ഇരുന്നില്ല. വി വെൻ സ്ട്രെയിറ്റ് ടു ബെഡ് ബിക്കോസ് നാളെ രാവിലെ തുടങ്ങുകയാണ് നമ്മുടെ കോൺവോൾ എക്സ്പ്ലോറേഷൻ. Let's go get some breakfast. ഞാൻ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി നമുക്ക് വണ്ടിയിൽ പെട്രോൾ നിറയ്ക്കാൻ പോകണം. കാരണം ഇന്ന് കുറച്ചധികം ഓടാനുണ്ട്. ഇത് നമ്മുടെ ഐറ്റിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ്സെൻഡിൽ പോവും, പോത്ത്മിയർ ബീച്ചിൽ പോവും. ലാൻഡ്സെൻഡിൽ ഒരു ഐക്കോണിക് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ പോവും. അത് കിട്ടുമെന്ന് എനിക്കറിയില്ല, ബുക്കിംഗ് ഉണ്ടോയെന്നും അറിയില്ല. പോകുമ്പോൾ നമുക്ക് തപ്പാം. രാവിലെ ബീച്ചൊക്കെ കവർ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ബിക്കോസ് ഉച്ചയ്ക്ക് ശേഷം മഴ. അതുകൊണ്ട് എന്ത് ബീച്ചസ് ഇവിടെ ഫുൾ ബീച്ച് ഒരു റിംഗ് ആയിട്ടുള്ളതിന്റെ 3 സൈഡിലും ബീച്ച്. ഏത് ബീച്ചിൽ പോകണമെന്നൊന്നും പ്ലാൻ ഇല്ല, പക്ഷെ നമ്മൾ നോക്കും. നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഡേ തുടങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് ഗൂഗിൾ ഒരു അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ചു പോവാണ്.
took us through a road so tight that വണ്ടിയുടെ സെൻസേഴ്സ് ബഹളം ഉണ്ടാക്കി ഒടുക്കം പെർമനൻ്റ്ലി ഡിസേബിൾ ആയി. അപ്പാരൻ്റ്ലി ദിസ് വാസ് ദ ഈസിയസ്റ്റ് റൂട്ട്. ആദ്യം ഇവിടെ ഒന്നാമത് നെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് റൂട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് വഴി തെറ്റി വേറെ എന്തൊക്കെയോ ചെയ്ത് എനിവേസ് ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളുടെ വീടിന്റെ ആ വഴിയെ കൂടി വീണ്ടും തിരിച്ചു ചെടി പോലെ നമ്മൾ ലാൻഡ്സ് എൻഡിൽ എത്തിയൊക്കെ വന്ന് ഇതിനെ ലാൻഡ്സ് എൻഡ് എന്ന് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഇംഗ്ലണ്ട് മെയിൻലാൻഡിൻ്റെ വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റാണ് ഇത് കഴിഞ്ഞാൽ ഫുള്ള് കടലാണ്. പിന്നെ ചോട്ട ഐലൻഡ്സ് ഉണ്ട്. പക്ഷേ മെയിൻലാൻഡിൻ്റെ അവസാനത്തെ പോയിൻ്റാണ് ഹെൻസ് ലാൻഡ്സ് എൻഡ്. ഇതുപോലൊരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾ ദ വേ അപ്പ് ഇൻ നോർത്ത് ജോൺ ഓ ഗ്രോഡ്സ് എന്ന സ്കോട്ടിഷ് വില്ലേജ്. ഈ 2 പോയിന്റും കണക്ട് ചെയ്യുന്നതാണ് ലാൻഡ്സ് എൻഡ് റൗണ്ട് ട്രിപ്പ് എന്ന പേരിൽ ഫേമസ് ആയിട്ടുള്ള അഡ്വഞ്ചർ ട്രിപ്പ്. എയർ ആംബുലൻസ് ആണോ? ഓൾസോ ഇവിടെ നിന്നാണ് രാവിലെ പറഞ്ഞ പോർത്ത് കൊർണോ ബീച്ചിലേക്ക് ഒരു വഴി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പാരൻ്റ്ലി ഈ പോർത്ത് കൊർണോയിലേക്ക് പാർക്കിംഗ് നമ്മൾ തപ്പി ഏത് പാർക്കിങ്ങിൽ പോയാലും അവിടെ നിന്ന് 15 മിനിറ്റോളം നടക്കാനുണ്ടെന്ന് പറയണത്. സോ മൈറ്റ് ആസ് വെൽ ഇവിടെ ഇട്ടിട്ട് കൊണ്ട് നടന്നാൽ മതിയല്ലോ. സെന്റിന്റെ ഐക്കോണിക് സൈൻ പോസ്റ്റിന്റെ അവിടെ പോയി രാമു ലവ് ദുർഗ അതിന്റെ അടിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത് 2 നമുക്ക് കിട്ടി. അതൊക്കെ മേടിച്ച് എക്സ്ട്രാ കാശ് കൊടുക്കണം കേട്ടോ. ഇവിടെ കാശ് വിട്ടിട്ട് ഒരു കളിയില്ല. അതെ, ആദ്യം ഫോട്ടോ എടുക്കാൻ 10 പൗണ്ട് അല്ല 11 പൗണ്ട് കൊടുക്കണം. പിന്നെ അത് കൈ കിട്ടണമെങ്കിൽ 5 പൗണ്ട് വേറെ എക്സ്ട്രാ കൊടുക്കണം. അടുത്ത് മിനാക് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അവിടെ പോയി ക്ലിഫിന്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിയേറ്ററാണ്. ഇത് കണ്ടാത്തൊന്നും പണ്ടത്തെ കാലത്ത് ആരോ ഉണ്ടാക്കിയ പോലെ സ്ട്രക്ചറാണ്. പക്ഷെ ഇത് വളരെ റീസെന്റ് ഉണ്ടാക്കിയ ഒരു തിയേറ്ററാണ്. പക്ഷെ അടിപൊളി. ഈ ഒരു 100 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. അതിന്റെ സ്ട്രക്ചർ പഴയതല്ലേ? ബാർലി 100 ഇയേഴ്സ്. ഓക്കെ, ബാർലി എന്ന് വെച്ചാൽ റിലേറ്റീവ്ലി ന്യൂ. മിനാക് തിയേറ്ററിലോട്ട് തിരിച്ചതാ, പക്ഷെ അവിടെ ബുക്കിംഗ് വേണം. സോ ഇപ്പം രാവിലെ ഈ സമയത്തുള്ളതെല്ലാം സോൾഡ് ഔട്ടായി. അങ്ങനെ 3 മണിക്കുള്ള ഒരു ബുക്കിംഗ് എടുത്തു. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പോർട്ട് കോർണോ ബീച്ചിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോർട്ട് കോർണോയിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ പാർക്കിംഗ് നോക്കി നിൽക്കുകയാണ് രാമുസ്. പോർട്ട് കോർണോ ശരിക്കും മിനാക് തിയേറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ട് കിടക്കുന്ന ബീച്ചാണ്. രണ്ടും ഒരു വഴിയാണ്. ഇവിടുന്ന് മിനാക് തിയേറ്ററിലേക്ക് 3 മിനിറ്റുള്ള കാറിലാണ് വരുന്നത്. സോ അടുത്താന്നല്ലേ. സമയം 2:45. ഞങ്ങൾക്ക് മിനാക് തിയേറ്ററിൽ 3 മണിക്ക് എത്തേണ്ടത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണമല്ലോ ഇപ്പോൾ. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്തു. സോ ഇവിടുത്തെ കാർ പാർക്കിംഗ് ഫ്രീ ആണ്. നമ്മൾ മിനാക് തിയേറ്ററിൽ വരുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ വരുന്നവർ അല്ല, തിയേറ്ററിൽ ഇരിക്കുന്ന നേരം വരെ മാത്രം. അതെ, താഴെ ബീച്ചിലൊക്കെ പോവാണെങ്കിൽ താഴെ പബ്ലിക് പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിവേസ് നമ്മുടെ ദേശീയ ജുഗാഡ് ഇവിടെ ഇറക്കാൻ നോക്കിയാൽ നടക്കൂല. ലെറ്റ്സ് ഗോ. ഗ്രാനൈറ്റ് ക്ലിഫിൻ്റെ എഡ്ജിലിരിക്കുന്ന ഈ ഓപ്പൺ എയർ തിയേറ്ററിന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്.
റൊവീന കേഡ് എന്നൊരു ലേഡിയുടെ വിഷൻ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന മിനക് തിയേറ്റർ ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഏർലി 1920s ചെൽട്ടൻഹാമിൽ നിന്ന് കോൺവോളിലേക്ക് മൂവ് ചെയ്ത റൊവീന കേഡിന് ഡ്രാമയിൽ ഇൻട്രസ്റ്റ് വരുന്നു. അങ്ങനെ 1929 റൊവീന ഷേക്സ്പിയറിൻ്റെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന പ്ലേയുടെ ഒരു ഓപ്പൺ എയർ പെർഫോമൻസിൻ്റെ ഭാഗമാകുന്നു. അതേ കമ്പനിക്ക് തന്നെ ടെമ്പസ്റ്റ് ഒരു ഓപ്പൺ എയർ സെറ്റിങ്ങിൽ പെർഫോം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. സോ റൊവീന പുള്ളിക്കാരിയുടെ ഗാർഡനറെയും ഒരു ഫ്രണ്ട് ഒരു കോണിഷ് മാനെയും വിളിച്ച് അവർ 3 പേരും കൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഫസ്റ്റ് ഫോം ഓഫ് മിനക് തിയേറ്റർ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ മ്യൂസിക് പെർഫോമൻസ് നടക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നഞ്ചിസൽ ബേയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഒരു സംഭവം പറഞ്ഞ് അവിടെ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ലോ ടൈഡ് സമയത്ത് മാത്രമേ അവർ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ. ചെറിയ ഇത് പറ്റി ഞാൻ പറഞ്ഞില്ലേ നഞ്ചിസൽ ബേയിൽ ഹൈ ടൈഡ് ആണോ ലോ ടൈഡ് ആണോ എന്നുള്ള സംഭവം നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന്. ഗസ് വാട്ട്, അതൊന്നും നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ ബേയിലേക്ക് പോകാൻ പറ്റില്ല. കുറേ നേരം ഇത് തപ്പി വന്ന് സമയം അത്രയും വേസ്റ്റ് ചെയ്തു. പിന്നെ ഇനി വേറൊരു ബീച്ചിലോട്ട് പോവുകയാണെങ്കിലും അതും ഇവിടെ നിന്ന് ഒരു 45 minutes ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോർട്ട് കോർണർ ബീച്ചിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. രാവിലെ ഇരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പം എത്തിയപ്പോൾ ഇവിടുത്തെ വൈബേ വേറെയാണ്. ഹോം ചില്ലിങ് കോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എൻ്റെ മോനെ. ഒരാളവിടെ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒരാളവിടെ ഇറങ്ങാണ്ട് ബീച്ചിൽ വന്ന് പുസ്തകം വെച്ച് കിടക്കുക. ഒരു മനുഷ്യരും ഇല്ലാത്തോളൂ. വെയിലില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു സുഖം ഉണ്ടായിരുന്നു. വലിയ ചൂടില്ലല്ലോ. സൺസെറ്റ് കണ്ടു പോകാം. ക്യാമറയിൽ ഇത് കാണുന്നേ ഇല്ല. ഇത് ഒട്ടും ജസ്റ്റിസ് ചെയ്യുന്നില്ല ആക്ച്വൽ ആ വ്യൂവിന്. ഞങ്ങളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ ഈ ഹോസ്റ്റ് വച്ചിട്ടുള്ളൊരു കുഞ്ഞു പുസ്തകമുണ്ട്. ഇത് ലിറ്റിൽ ബുക്ക് ഫോർ ബിഗ് ഐഡിയാസ്. ബേസിക്കലി ഇതുവരെ വന്നിട്ടുള്ള ഗസ്റ്റുകൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എഴുതിക്കുന്നതാണ്. അതിൽ ഒരു ഗസ്റ്റ് അവർ ആ കപ്പിൾ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഭയങ്കര രസം ഇത് വായിച്ചു നോക്കാൻ. അങ്ങനെ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിൽ എഴുതാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു ഫൈനൽ ചെക്കും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇന്നത്തെ പരിപാടിക്കായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ലൊക്കേഷനായ ആദ്യത്തെ മൗസലിലേക്ക് പോവുകയാണ്. എല്ലാം പൂട്ടി നമുക്ക് വണ്ടി കയറി പോവാം. ഭയങ്കര ഒരു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി സിറ്റി വരുമ്പോഴേക്കും
ഹാർബർ ഗിഫ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ക്യാപിഡോക്കിന്റെ പോലത്തെ ഹോട്ട് എയർ ബലൂൺസിന്റെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മള് കോത്തൂരിൽ പോയപ്പം അതേ ഒരു സിമിലർ വൈബ്. ഞാനും അത് ആലോചിച്ച്. കാർ പാർക്കിംഗ്. ഓക്കെ, നമ്മൾ നോർത്ത് ക്വേ കാർ പാർക്കിംഗ് എത്തി മൗസില്. ഒരു ലൈക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡെഡ് എൻഡ് പോലെ തോന്നും, പക്ഷേ ഒരു ടേൺ എടുത്തിങ്ങ് വരുമ്പോഴേക്കും യു ക്യാൻ പാർക്ക് ചെയ്തത്. അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് ഉണ്ട്. ഓൾസോ ഇറ്റ്സ് ബിറ്റ്വീൻ ദിസ് ഈസി. വേറെ എടുക്കുക വേണ്ടല്ലോ ഈ സ്പേസിൽ. പോകാം എന്ന് പറഞ്ഞ ആള് എത്തി. അല്ല, പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയോ? ഇത് ഭയങ്കര ക്വൈൻറ്റ് ലിറ്റിൽ ഒരു ഹാർബർ ടൗൺ ആണ്. ഇറ്റ്സ് സോ ടൈറ്റ് ദാറ്റ് രണ്ട് ഡയറക്ഷനിലും വണ്ടികൾ വന്നാൽ പെട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വണ്ടി റിവേഴ്സ് എടുക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്ര ടൈറ്റ്. സി മൗണ്ട്സ് ബേ എന്ന് പറയുന്ന ഈ ഒരു ക്രസൻറ്റ് ഷേപ്പിൽ വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന വെസ്റ്റേൺ ടിപ്പിൽ കിടക്കുന്ന ആ ബേയിലെ ഒരു കാലത്ത് ഏറ്റവും വലിയ ബിസിയസ്റ്റ് ഹാർബർ ടൗൺ ആയിരുന്നു. ഇപ്പോഴും നടന്ന ആ കല്ലിൻ്റെ അതുവരെ പോവാം. സി വെള്ളത്തിൻ്റെ അടിയിൽ നീ കണ്ടോ? ആ വെള്ളം കയറിയതാ. ഡൽഹിക്ക് ചെന്ന് ഇറങ്ങാണ്. എടേ ഇനി നമുക്ക് ഇങ്ങനെ നടന്ന് അതുവഴി അങ്ങേ ഞങ്ങളെ ഈ ഫിഷിംഗ് ഹാർബറാണ്, ഫിഷിംഗ് ടൗൺ ആണെന്നൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് തേടി നടക്കുന്നത്. കാരണം ഫ്രഷ് അടിപൊളി ഫിഷ് ആയിരിക്കുമല്ലോ. പക്ഷേ വിശപ്പിൻ്റെ വിളി ഭയങ്കര സ്ട്രോങ് ആവുന്നത്. ഞങ്ങളാ കാണുന്ന ജെസീസ് ഐസ്ക്രീം പാർലറിൽ ഒരു ഐസ്ക്രീം മേടിച്ചൊരു ഒരു സ്റ്റേക്ക് പൈ മേടിച്ചിട്ട് പൈ ഞങ്ങൾ അവിടെ വെച്ചിട്ട് വന്നു. അത് എടുക്കാനാണ് ഇത്രയും നടന്നൊരു 2 മിനിറ്റ് കഴിയപ്പോൾ പൈ എവിടെ എന്നും പറഞ്ഞാണ് തിരിച്ചവിടെ. കോൺവോളിലെ ട്രഡീഷണൽ സ്റ്റേക്ക് പേസ്റ്റി പൈ, നമ്മുടെ നാട്ടിലെ മീറ്റ് പപ്സ്, അത് തന്നെ എൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വെർഷൻ. ഓൾമോസ്റ്റ് എത്തി. നമ്മൾ പാർക്കിങ്ങിലെത്തി. അല്ല, എത്തിയില്ലല്ലേ, 1 മിനിറ്റിലെത്തും. ഇവിടെ നിന്നാണ് സെന്റ് ഐവ്സ് ഈ ഡയറക്ഷൻ. ഇവിടെയൊക്കെ ഫ്രീ പാർക്കിംഗ് ആയിരിക്കും. കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ സെന്നറിന്റെ കാർ പാർക്കിംഗ്. കുറച്ച് ദൂരം നടക്കാണ്ടല്ലേ? 20 മിനിറ്റോളം നടക്കാണ്ട്. 20 മിനിറ്റ് അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് നോക്കുക കേട്ടോ. പക്ഷേ മഴ കൊള്ളാൻ പറ്റിയ സ്ഥലം. മഴ കൊള്ളാൻ ഒരു ഭാഗ്യം വേണം. സെന്നർ ഹെഡ്സ് ഒരു കപ്പിൾ കിസ്സിങ് പോലെ ഇരിക്കുന്ന. അതെ, കണ്ടുപിടിച്ച്
കിസ് അത് 2 പേര് കിസ് ചെയ്തു. കാണിക്കുന്ന പോലത്തെ ലാൻഡ്സ്കേപ്പ് പ്രൈവറ്റ് റൂം. ഞങ്ങളുടെ ഹോൾ ട്രിപ്പിലെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ സെയിൻറ്റ് ഐവ്സ്. കാർ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു 2 മിനിറ്റോളം ഇതിൽ സ്റ്റീപ്പ് ഡൗൺ ഹില്ലാണ്. സിനിമ തിയേറ്റർ അത്. ഒരു കാലത്ത് ഫിഷിംഗ് കൊണ്ട് ജീവിച്ചിരുന്ന ഈ ടൗണിൻ്റെ ഇന്നത്തെ ലൈവ്ലിഹുഡ് ടൂറിസമാണ്. ഇന്ന് തിരിച്ചു പോവേണ്ടത് കൊണ്ട് ഞങ്ങൾ അധികം നേരം സെയിൻറ്റ് ഐവ്സിൽ നിന്നിട്ട് കാര്യമുണ്ടായിരുന്നില്ല, ബിക്കോസ് ദ വെദർ വാസ് ടേണിംഗ് ബാഡ്. മഴയും കൊണ്ട് നമ്മുടെ സെയിൻറ്റ് ഐവ്സും കൂടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ അത്യാവശ്യം ലോങ് ഡ്രൈവ്. നല്ല മഴ തുടങ്ങി. ഞങ്ങൾ അടിപൊളി സമയത്താണ് ഞങ്ങൾ പരിപാടി നിർത്തുന്നത് അല്ലേ. And as the trip ends, all I can say is Cornwall is not a place where you can just ഓടി വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലം. Give it some time and it won't disappoint.